ഹായ് ഗൈസ്, നമ്മൾ മുമ്പ് ചെയ്ത ഈ ഒരു മണി ബോക്സ് ഓർക്കുന്നുണ്ടോ? ഇതിൽ നമുക്ക് ചെറിയ ചെറിയ കോയിൻസൊക്കെയാണ് ഇട്ട് വെക്കാൻ പറ്റുന്നത്. ഇനി നമുക്ക് കുറച്ച് വലിയ മണി ബോക്സ് ഉണ്ടാക്കാം. അതായത് നോട്ട്, കോയിൻസ് ഒക്കെ ഇട്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള. ആദ്യം ഇതുപോലെ 2 ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനാണല്ലോ പൈസ ഇടാനുള്ളത്, അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ ഇടുന്ന പൈസേൻ്റെ അളവ് കൂടുമ്പോൾ ചിലപ്പോൾ ബോക്സ് പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ മൊത്തത്തിലൊന്ന് സെല്ലോ ടേപ്പ് വെച്ചിട്ട് അതൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു കളർ പേപ്പറാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഞാനൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ A4 എടുക്കാവുന്നതാണ്. ഒരു കളർ പേപ്പർ കൊണ്ട് ഈ ബോക്സ് മൊത്തം പൊതിയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ 2 യൂസ് ചെയ്തിട്ടാണ് പൊതിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കുമ്പോൾ അത് കടക്കാനും ചെറുതായിട്ടൊന്ന് പറ്റിച്ചുകൊണ്ട് രണ്ട് കളറാണ്, അത് സാരില്ല. പിന്നെ ബാക്കിൽ നിൽക്കുന്ന ആ ഒരു കളർ പേപ്പറിൻ്റെ കട്ടി കുറച്ച് കൂടുതലായതുകൊണ്ട് ഞാൻ സെല്ലോ ടേപ്പ് വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മുകൾ ഭാഗത്തും ഈ ഒരു കളർ പേപ്പറിൻ്റെ ഒരു ചെറിയ പീസ് വെച്ചെടുക്കാം. സാധാരണ ഞാൻ പശ വെച്ചിട്ട് ഒട്ടിക്കുമ്പോൾ ഒന്ന് ബ്ലെൻഡൊക്കെ ചെയ്തിട്ടാണ് ഒട്ടിക്കാറുള്ളത്. ഇതങ്ങനെ ചെയ്യാൻ മറന്നതുകൊണ്ട് തന്നെ പശ തേച്ച ഒരു ഭാഗം നന്നായിട്ട് എടുത്തറിയാൻ പറ്റുന്നുണ്ട്. അത് നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും. പിന്നെ ഇതുപോലെ 2 A4 കഷ്ണമൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് അലങ്കാരപ്പണികളാവാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തുവാണെങ്കിലും ഇതിന്മേൽ ചെയ്യാം. ഞാൻ ഇപ്പോൾ ഇതുപോലെയാണ് ചെയ്യുന്നത്. പിന്നെ ഈ സാധനം എന്തിനാണെന്ന് നിന്നോട് ചോദിക്കരുത്, കാരണം എനിക്കറിയില്ല. ഞാൻ രസത്തിന് വേണ്ടി ഒട്ടിച്ച് വെച്ചാണ്. ഇങ്ങനെ കാണാൻ രസമില്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു മുയലുകുട്ടിനും കൂടി ഇവിടെ വരച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഏതൊക്കെ വേണമെങ്കിൽ ഇതിന്മേൽ ചെയ്യാം കേട്ടോ. ഞാൻ പിന്നെ കൂടുതൽ അങ്ങോട്ട് ഓവറാക്കാൻ നിൽക്കണില്ല. എന്തോ ഒരു വശപ്പശക്ക് ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. പിന്നെ ഐശ്വര്യമായിട്ടൊരു 100 റുപ്യാണ് ഞാൻ ഇതിൽ കിട്ടുന്നത്. 100 റുപ്യ മാത്രമല്ല, കയ്യിൽ കിട്ടിയ 50ഉം 10ഉം 20ഒക്കെ ഇട്ടിട്ടുണ്ട്. കയ്യിൽ ഉള്ള പഴയ കുറ്റി വലിച്ചെറിഞ്ഞുകൊണ്ട് അതിലത്തെ പൈസ മൊത്തം എടുത്ത് ഇതിൽ ഇട്ടേക്കാണ്. പിന്നെ കോയിൻസൊക്കെ ഇതുപോലെ വരിയായി വെച്ച് ഓരോന്നിനേക്ക് ഇങ്ങനെ ചാടിച്ചപ്പോൾ ഒരു മനസ്സമാധാനം. പിന്നെ ഞാൻ ഒട്ടിച്ചതുകൊണ്ട് ഇതേപോലെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. പിന്നെ മുമ്പ് ഉണ്ടാക്കിയതാണോ ഒപ്പം ഉണ്ടാക്കിയാണ് ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുക.